ഈ വരലക്ഷ്മി പൂജയെപ്പറ്റി ഈ അടുത്താണ് അറിയുന്നതെങ്കിലും കേട്ടപ്പോൾ ഇത്തവണ വ്രതം എടുക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിന് മുന്നേ എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം, ഞാൻ ഒട്ടുമിക്ക വ്രതം എടുക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരി തുടച്ച് കുളിച്ച് നനച്ച് വിളക്കതിച്ചു. എൻ്റെ വീട്ടിൽ വിഷുവിന് വരയ്ക്കുന്ന ഒരു കൂട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുമുണ്ട്. കിടക്കട്ടെ. രാവിലെ തന്നെ പതിവിലുപരി ചേച്ചിമാർ നല്ല രീതിയിൽ കോലയിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഒട്ടുമിക്ക പേരും പുതിയതെന്ന് തോന്നിപ്പിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ടുണ്ട്. വീടുകളിൽ വാഴയും മാവിലയും കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുമുണ്ട്. രാവിലെ തന്നെ മൊത്തം ഒരു പോസ്റ്റ് കിട്ടി. പിന്നീട് ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിൽ മുഴുകി. ഓരോ വീട്ടിലേക്കും വിരുന്നുകാരൊക്കെ പോകുന്നത് കാണാം. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചെങ്കിലും സമയപരിധി മൂലം വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചു. വൈകുന്നേരം പിന്നെ ചെറിയൊരു മടിയുണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് വിട്ടു. എല്ലാ വീട്ടിലും എങ്ങനെ ഇത് ആഘോഷിക്കുന്നതെന്നൊന്ന് അറിയണം. എല്ലാ വീട്ടിലും ഭംഗിയിൽ കോലം ഇട്ടിട്ടുണ്ട്. പക്ഷേ രാവിലത്തെ ഒരു ഇതില്ല. നല്ല കളർഫുൾ സാരിയും മാലയും പൂവൊക്കെ ചൂടിപ്പോയ ചേച്ചിമാരെ ഈ സമയം അധികം കാണാൻ പറ്റിയില്ല. എന്നാലും ഞാൻ തളർന്നില്ല. നേരെ അമ്പലം ലക്ഷ്യമിട്ട് നടന്നു. ഇന്നലെ പൂവും വാഴയും മറ്റും കൊണ്ട് നിറഞ്ഞ നേരത്ത് ഇന്ന് പൊതുവെ ശാന്തമാണ്. പിന്നെയും നടന്നു. ഞാനൊരു ദൈവവിശ്വാസി തന്നെയാണ്. ഈ ലോകത്തിൽ ഒരു ശക്തിയുണ്ടെന്നും നമ്മൾ പല രീതിയിൽ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഏതു മതമായാലും അത് മനുഷ്യന്മാരെ സ്നേഹിക്കാനും സഹായിക്കാനും ഉണ്ടാക്കിയതാണ്. പക്ഷേ പലരും അതിൽ വെള്ളം ചേർക്കുന്നുണ്ട്. എല്ലാത്തിലെയും നല്ലത് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലതേ വരുള്ളൂ. ഇതൊക്കെ ഇപ്പം പറഞ്ഞ എന്തിനാന്നല്ലേ? വ്രതമല്ല ഇക്കാലത്ത് എടുക്കാൻ ഇവക്ക് പ്രാന്തല്ലേ എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണിത്. എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഈ വഴി വരാത്ത ഒരാൾക്ക് ഇത് മനസ്സിൽ തരുന്ന സംതൃപ്തി പറഞ്ഞാൽ മനസ്സിലാവില്ല. ദൈവം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആവാം. എന്നാലും ആരുമില്ലാത്ത സമയത്ത് നമ്മളെ താങ്ങാൻ അങ്ങനെയൊന്നുണ്ട് എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് അയക്കുന്നത്. പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയരം നമ്മുടെ ഹൗസ് ഓണർ ഇന്നത്തെ ഇതിന് പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ഫുൾ ഹാപ്പി.